ഇന്ന് 2 സിനിമകളാണ് റിലീസ് ചെയ്തത്. ഹൃദയപൂർവ്വവും ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്കൂടെ അപ്രതീക്ഷിതമായിട്ട് ഒരു സിനിമയുടെ ടീസർ പുറത്തുവിട്ടിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ ടീസറാണ് പുറത്തു വന്നത്. ഇതിലെ നായകൻ വിനായകനും പ്രതിനായകൻ മമ്മൂട്ടിയുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ടീസറിലേക്ക് പോവുകയാണെങ്കിൽ ത്രില്ലിംഗ് ആയിട്ട് അങ്ങോട്ട് പോയി അവസാനം ഇതിലെ പ്രതിനായകനെ കാണിക്കുന്ന ആ ഒരു മൊമെൻറ്റ്, സാക്ഷാൽ മമ്മൂട്ടിയെ കാണിക്കുന്ന ആ ഒരു മൊമെൻറ്റ്, ഒരു രക്ഷയുമില്ല. ഡെവിളിഷ് ആയിട്ടുള്ള വില്ലൻ്റെ ഡീപ്പ് കോറ് 2, 3, 4 സെക്കൻഡിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സിനിമയിലുടനീളം ആ ഒരു പ്രതിനായകൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഈ ഒരു ടീസറിൽ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം മമ്മൂട്ടി ഇതിനോടകം തന്നെ ഒരുപാട് പ്രതിനായക വേഷം ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ പലേരി മണിക്കത്തിൽ ട്രിപ്പിൾ റോൾ വന്നിട്ടുണ്ട്, അതിൽ 2 എണ്ണവും പ്രതിനായക വേഷത്തിലാണ് വന്നത്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് വിധേയനിലെ ആ ഒരു വില്ലൻ വേഷവും ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ മമ്മൂട്ടി ചെയ്യാത്ത വില്ലൻ വേഷങ്ങളൊന്നുമില്ല, എല്ലാം തന്നെ. ഇപ്പോൾ പ്രമേഹത്തിലെ ക്യാരക്ടർ എടുത്താൽ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് കഥാപാത്രമാണ്. ഈ ഡാർക്ക് ഷെയ്ഡ് കഥാപാത്രങ്ങൾ മമ്മൂട്ടി ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ചേലാണ് കാണാൻ. പക്ഷേ ഈ കളങ്കാവിൽ എന്ന് പറഞ്ഞ സിനിമ, ജിതിൻ കെ ജോസഫിൻ്റെ കളങ്കാവിൽ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പാണ് അടുത്ത ഒരു ഗംഭീര പെർഫോമൻസ്. അതായത് തേച്ചാൽ മിനുക്കിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ അടുത്ത മിനുങ്ങാൻ പോകുന്നൊരു പെർഫോമൻസ് ആയിരിക്കും കളങ്കാവിലെ ഈ ഒരു പ്രതിനായക വേഷം എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നതും ആ ഒരു പ്രതിനായകനായിരിക്കും. നായകൻ ശക്തനാവുമ്പോൾ പ്രതിനായകൻ ശക്തനാവും, അല്ലെങ്കിൽ നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ പ്രതിനായകൻ അത്ര ശക്തനാവുന്നതുകൊണ്ടാണ് നായകൻ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ഒരു രീതിയിൽ പോലും ദയയില്ലാത്തൊരു വില്ലൻ്റെ ഒരു മാനറിസം മമ്മൂട്ടിയിൽ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ കളങ്കാവിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ടീസറിലേക്ക് വരുമ്പോഴും അതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അറിയേണ്ടത് അടുത്ത സ്റ്റേറ്റ് അവാർഡിലേക്ക് മത്സരിക്കുമ്പോൾ വീണ്ടും മമ്മൂട്ടി വരുന്നു എന്നുള്ളത് എടുത്തു പറയാം. ഈ ഒരൊറ്റ ഫ്രെയിം കൊണ്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റും മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ പറ്റി നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, അത് എവിടം വരെ പോകും എന്നുള്ളത് കണ്ടതാണ്. അപ്പോൾ ആ അടുത്ത സ്റ്റേറ്റ് അവാർഡിലേക്ക് മമ്മൂട്ടി വീണ്ടും വരികയാണ്. കളങ്കാവിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഏറെ കാത്തിരിക്കുന്നു.